നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം, ഞാൻ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള വീഡിയോകൾ, അതിപ്രധാനമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ള വീഡിയോകൾ ഇതിനു മുന്നേ ചെയ്തു കഴിഞ്ഞു. എന്നിരുന്നാലും കേരളത്തിലെ അതിപ്രസിദ്ധമായതും തീർത്ഥാടന കേന്ദ്രങ്ങളായതുമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത്. അതിലാദ്യമായിട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പത്തനംതിട്ട. പമ്പാ ഗണപതി ക്ഷേത്രം പത്തനംതിട്ട. ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം. ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം എറണാകുളം. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ. ഹേമാംബിക ദേവി ക്ഷേത്രം പാലക്കാട്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ. കൊട്ടിയൂർ ശിവക്ഷേത്രം കണ്ണൂർ. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ദേവി ക്ഷേത്രം കണ്ണൂർ. വൈക്കം മഹാദേവ ക്ഷേത്രം എറണാകുളം. വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂർ. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം മാവേലിക്കര. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം കോട്ടയം. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം കോട്ടയം. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മലപ്പുറം. കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രം മലപ്പുറം. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം മലപ്പുറം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശ്ശൂർ. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം തൃശ്ശൂർ. മലയാലപ്പുഴ ദേവീക്ഷേത്രം പത്തനംതിട്ട. തേക്കടി മംഗളാദേവി ക്ഷേത്രം ഇടുക്കി. വള്ളിയാംകാവ് ദേവീക്ഷേത്രം പെരുവന്താനം ഇടുക്കി. ഇടവെട്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തൊടുപുഴ ഇടുക്കി. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ല. കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം പൊന്മന കൊല്ലം. ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം തിരൂർ മലപ്പുറം ജില്ല. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ. തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തൃശ്ശൂർ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ആലപ്പുഴ. മണ്ണാർശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ. ആലുവ ശിവരാത്രി എറണാകുളം ജില്ല. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം വയനാട്. പനച്ചിക്കാട് ദക്ഷിണമൂകാംബിക ക്ഷേത്രം കോട്ടയം. എറണാകുളം ശിവക്ഷേത്രം. തളി മഹാദേവ ക്ഷേത്രം കോഴിക്കോട്. നാവാമുകുന്ദ ക്ഷേത്രം മലപ്പുറം. അനന്തപുരം തടാക ക്ഷേത്രം കാസർഗോഡ്. വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം എറണാകുളം ജില്ല. മരുത്തോർ വട്ടം ശ്രീ ധന്വന്തരി ക്ഷേത്രം ചേർത്തല ആലപ്പുഴ ജില്ല. തൃപ്പൂണിത്തുറ പൂർണിത്രയേശ്വര ക്ഷേത്രം എറണാകുളം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ല. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം കൊല്ലം ജില്ല. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം തിരുവനന്തപുരം. ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം തിരുവനന്തപുരം. പാളയം OTC ഹനുമാൻ ക്ഷേത്രം തിരുവനന്തപുരം. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ആലുവ. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. ലോകനാനക്കാവ് ഭഗവതി ക്ഷേത്രം വടകര കോഴിക്കോട്. ചേർത്തല കാർത്യായനി ക്ഷേത്രം ആലപ്പുഴ ജില്ല. ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം. കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം ജില്ല. അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം ജില്ല. പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രം പത്തനംതിട്ട. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട. പാല രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കോട്ടയം. ചടയമംഗലം ജഡായു രാമക്ഷേത്രം കൊല്ലം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ. വാഗവൺ മുരുകമല ഇടുക്കി. മൂന്നാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇടുക്കി. ചെങ്കൽ മഹേശ്വരം ശിവക്ഷേത്രം നെയ്യാറ്റിങ്കര തിരുവനന്തപുരം. തിരുവില്വാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം പാലക്കാട്. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം പാലക്കാട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം കണ്ണൂർ. ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം ആലുവ ദേശം എറണാകുളം. മധൂർ ശ്രീ ആനന്ദേശ്വര വിനായക ക്ഷേത്രം കാസർഗോഡ്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം കോട്ടയം. മമ്മിയൂർ മഹാദേവ ക്ഷേത്രം ഗുരുവായൂർ എന്നീ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ
മൊത്തത്തിലായിട്ട് വരുന്ന ഒരു കുറച്ച് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല, പ്രശസ്തമായ കുറച്ച് ക്ഷേത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.